അപ്പോൾ എന്താണ് തിബ്ബുൻ നബവി എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ചോദിക്കുകയാണ്. എന്താണ് ഈ തിബ്ബുൻ നബവി? അങ്ങനെ ചോദ്യം നമ്മളിൽ വരണമല്ലോ. മാരകമായ രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് പ്രത്യേകം ചില രോഗങ്ങൾ ഉണ്ടായിത്തീരാറുണ്ട്. നിങ്ങൾ ചില ആളെങ്കിൽ അത് മനസ്സിലാക്കിയവരും അറിയുന്നവരുമായിരിക്കും. പിന്നെ മലബാർ ഏരിയയിൽ മാത്രം ചില സ്പെഷ്യൽ രോഗങ്ങളുണ്ട്. മിക്ക ആളുകളും മലബാർ ഏരിയയിൽ നിന്നവരായിരിക്കും അല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ മലബാർ ഏരിയയിലാണ്. അത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ, സെക്കൻഡ് കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് 4 ജില്ലയിലാണ്. പെരിയാരം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ വിഷയമാണ്. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഡെയിലി 300-ൽ പരം ആളുകൾ, 100,000-ന് മേലെ ആളുകളാണ് പെർ മന്ത് കേരളത്തിൽ മാത്രം കിഡ്നി ഫെയിലേഴ്സായി ഡയാലിസിസിന് വേണ്ടി വിധേയരാകുന്നത്. പുതുതായിട്ട് എല്ലാ മാസം പുതിയ 100,000-ന് മേലെ ആളുകൾ. 2008 ഇത് ഏകദേശം 50,000-60,000-ൻ്റെ അടുത്താണ് ഓരോ മാസവും ഉണ്ടാകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അത് 1,20,000-ഓളമായി ഓരോ മാസവും പുതുതായി ഉണ്ടാകുന്ന കിഡ്നി ഫെയിലേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം പിന്നെ ക്യാൻസർ രോഗത്തെക്കുറിച്ച് പറഞ്ഞ അങ്ങനെയാണ്. പ്രതിവർഷം 2 കോടിയിൽ പരം ആളുകൾക്ക് ക്യാൻസർ രോഗം ഉണ്ടാവുക. ഒരു പിടുത്തമില്ലാണ്ട് മുന്നോട്ട് പോകണം. ഇവിടെയാണ് തിബ്ബുൻ നബവി തിരിച്ചു വരണം. ബറാക്ക് ഒബാമ വാഷിങ്ടൺ പ്രസംഗത്തിൽ പറഞ്ഞു തിബ്ബുൻ നബവി തിരിച്ചു വരട്ടെ. 20-ാം നൂറ്റാണ്ടിൽ സർവർക്കും ആരോഗ്യം എന്ന WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രഖ്യാപനം നടപ്പിൽ വരാതെ ഇരുന്നപ്പോൾ എഡ്വേർഡ് ജി ബോൺ എന്ന ക്രിസ്തീയ പണ്ഡിതൻ, ഇസ്ലാമിക് മെഡിസിൻ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം, ഇസ്ലാമിക് മെഡിസിൻ. അദ്ദേഹം പറഞ്ഞു തിബ്ബുൻ നബവി തിരിച്ചു വരട്ടെ, ലോകത്ത് ആരോഗ്യം ഉണ്ടാവും. പറയാൻ കാരണം മദീനയിൽ രോഗികളില്ലാത്തൊരു സമൂഹത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടിച്ചു എന്നതാണ്. അലി റളിയല്ലാഹു തആല അൻഹു സഹാബികളുടെ കൂട്ടത്തിലെ വലിയ തൊബീബാണ്, ഡോക്ടറാണ്, പക്ഷേ ജോലി ഇല്ലാണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു തആല അൻഹു സഹാബികളുടെ കൂട്ടത്തിലെ വലിയ ഡോക്ടറാണ്, ജോലി ഇല്ലാണ്ടായി. കാരണം എന്തേ? സർവർക്കും ആരോഗ്യമുണ്ടായി. ഇതാണ് തിബ്ബുൻ നബവിയുടെ ഒരു ഹിസ്റ്ററി. വിശുദ്ധ ഖുർആനിലെ വാക്യങ്ങളും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 450ഓളം ഹദീസുകളിൽ നിന്നും ഉണ്ടായിത്തീർന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇന്ന് തിബ്ബുൻ നബവി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പ്രൊഫറ്റോപ്പതി എന്ന് പറയും. സൈറ്റുകളിലൊക്കെ ഇസ്ലാമിക് മെഡിസിൻ എന്നാണ് കാണുന്നത്. 450ഓളം ഹദീസുകൾ, അതുപോലെ 80-ൽ പരം ആയത്തുകൾ. പിന്നെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഖുർആനിലെ എല്ലാ ആയത്തിലും വൈദ്യമുണ്ട്. ഖുർആൻ തുടങ്ങിയത് തന്നെ വൈദ്യം പറഞ്ഞിട്ടാണ്, അനാട്ടമിയും ഫിസിയോളജിയും പറഞ്ഞിട്ടാണ്, എംബ്രിയോളജി പറഞ്ഞിട്ടാണ് ഖുർആൻ തുടങ്ങിയത് തന്നെ എന്നാണ്. ഈ സൗദിയിൽ ഡോക്ടർ കെയ്ത്തമൂർ വന്നിട്ട് അത്ഭുതത്തോടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ സൗദിയിൽ എംബ്രിയോളജി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഭ്രൂണശാസ്ത്രം. ജന്മത്തിൻ്റെ പ്രഥമഘട്ടത്തിൽ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അണ്ടബീജ സങ്കലനത്തിന് ശേഷം ഒരു മനുഷ്യൻ അതിൻ്റെ പ്രഥമഘട്ടത്തിൽ എങ്ങനെയാണ് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. ഒരുപക്ഷേ വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ തനിച്ചൊരു പുസ്തകം എഴുതിയ ആളാണ് ഡോക്ടർ കെയ്ത്തമോർ. അദ്ദേഹം അത്ഭുതപ്പെട്ടു ഇവിടെ വന്നിട്ട്. 1400 വർഷം മുമ്പ് ഇതെങ്ങനെ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹം ചോദിക്കാൻ കാരണം ഈ സൗദിയിലെ 6ഓളം ഖുർആൻ പണ്ഡിതന്മാർ ഈ കെയ്ത്തമൂർ എന്ന ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ഖുർആനിൽ ചർച്ചയുണ്ട് എന്ന് പറഞ്ഞു. ഇത് സംബന്ധമായ ആയത്ത് കൊടുത്തു. അദ്ദേഹം അലക്ക് എന്ന പ്രയോഗത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷ അറിയാൻ വേണ്ടി ഡിക്ഷണറിയിൽ നോക്കി. അലക്ക്, ഈ അലക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി ഒരുപാട് അന്വേഷിച്ചു. അവസാനം അദ്ദേഹം ലീച്ച് എന്ന അർത്ഥം കണ്ടെത്തി. ലീച്ച് മീൻ അട്ട, നീരട്ട എന്ന് പറയണേ. അദ്ദേഹം ഒരു വൈറ്റ് പേപ്പറിൽ അട്ടയുടെ ചിത്രം വരച്ചു വെച്ചു. എന്നിട്ട് ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞ് ഇനിഷ്യൽ, അതായത് പ്രഗ്നൻസി പീരീഡ്, ഗർഭത്തിൻ്റെ ആദ്യത്തിലുള്ള ഒരു സ്ത്രീയെ സ്കാനിങ്ങിന് വിധേയനാക്കി. ഇയാൾ അത്ഭുതപ്പെട്ടു പോയി. ഒരുപാട് നേരം ഇയാൾക്ക് സംസാരിക്കാൻ പോലും പറ്റാണ്ട്. എന്തപ്പോൾ കാണുന്നത്? ഇയാൾ വരച്ച ചിത്രത്തിന് സമാനമായ ഒരു ഫിഗർ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കാണുന്നു. 5 ആയത്തിൽ നിന്ന് 22ഓളം സയൻസ് പിറന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. 5 ആയത്തിൽ നിന്ന് 22ഓളം സയൻസ്, ശാസ്ത്രം. പക്ഷേ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ നമ്മൾ മടിയന്മാരാവുകയും കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനികളെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ശാസ്ത്രം നമുക്കില്ലാണ്ടായി അല്ലേ? അതാണ് സംഭവിച്ചത്. അതാണ് ഇന്നിപ്പോൾ സംഭവിച്ചത്. നമ്മൾ വൈദ്യം അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഖുർആനിൽ വൈദ്യശാസ്ത്രമുണ്ട്. ഖുർആനിൽ രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആനിലുണ്ട്. ഒരാളുടെ രോഗപ്രതിരോധ ശക്തി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആനിൽ നിന്ന് പറഞ്ഞത് മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഖുർആനിൽ നിന്നാണ് പറഞ്ഞത്. ജൂതനായ ഒരു സഹോദരൻ രോഗപ്രതിരോധം, മലപ്പുറം ജില്ലയിൽ വാക്സിനേഷൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾക്ക് വലിയ പ്രശ്നമാണ്. പക്ഷെ ഖുർആനികമായ മറുപടി മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ?
ബുദ്ധിമുട്ടുണ്ടായാലും കാര്യമില്ല, അടുത്ത തവണ ഇവിടെ പ്രസംഗിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. ഓക്കെ, മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടില്ല അതിൻ്റെ മറുപടി. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് സോളിക് ബയോളജി എന്ന വിഷയം പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരായ ശാസ്ത്രജ്ഞന്മാർ വന്നത്. മലപ്പുറം ജില്ലേൻ്റെ അഭിമാനമാണ്. എന്ത് പഠിക്കാൻ? ശരീരശാസ്ത്രത്തിലെ അത്ഭുതകരമായൊരു പാർട്ട് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരായ ശാസ്ത്രജ്ഞന്മാർ അറസ്റ്റ് ചെയ്ത ജയിലിൻ്റെ പുറത്ത് പേനയും പേപ്പറായിട്ട് ഇരിക്കുക, ഉമർഖാദിയോട് സംശയം ചോദിച്ച് പഠിക്കാൻ. സോളിക് ബയോളജി, ജീവൽ പ്രധാന ശരീരത്തെക്കുറിച്ച്. പക്ഷേ ഈ മലപ്പുറത്തിപ്പോൾ വാക്സിനേഷൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാണ്. അപ്പോൾ മലപ്പുറംകാർ കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിൽ രോഗപ്രതിരോധം എങ്ങനെയെന്ന ചോദ്യം ഇമാമുന റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചിട്ടുണ്ട്. റംലി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് തിബ്ബുൻ നബവിയിലെ അധ്യാപനമാണ്. അപ്പോൾ രോഗപ്രതിരോധം എങ്ങനെയെന്ന് ഖുർആനിലുണ്ട്. രോഗം വന്നാൽ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നത് ഖുർആനിലുണ്ട്. അലൈക്കും ഷിഫാഅനി അൽ അസ്ലു വൽ ഖുർആൻ മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾക്ക് രോഗം വന്നാൽ 2 ചികിത്സാ മാധ്യമങ്ങളെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഒന്ന് ഭൗതികമായ മരുന്നുകളാണ്, അൽ അസിൽ തേൻ. തേൻ മാത്രമാണ് എന്നർത്ഥമൊന്നും വെക്കേണ്ട. തേൻ ഭൗതികമായ ഘടകങ്ങൾ, അതായത് പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കൾ കൂട്ടിയോജിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുത്താൽ രോഗത്തിന് ശിഫ ഉണ്ടാവും. മറ്റൊന്ന് ഖുർആനാണ്. വൽ ഖുർആൻ, ഖുർആനിൽ നിങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു കുൽ ഹുവ ലില്ലദീന ആമനു. ഖുർആനൊക്കെ കയ്യിലെടുത്ത് നടക്കുന്ന സത്യവിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം, ഈ ഖുർആനിൽ ഹുദൻ, ജീവിത വിജയത്തിൻ്റെ മാർഗങ്ങളുണ്ട്. അതായത് ജിദ്ദയിൽ വന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ജോലി കിട്ടാനുള്ള ഏർപ്പാട് ഖുർആനിലുണ്ട്. അങ്ങനെ ഹുദൻ. വ ഷിഫാ, വന്നുപെട്ട രോഗത്തിന് കംപ്ലീറ്റ് ക്യൂർ, രോഗം പൂർണ്ണമായി ഭേദമായി ഡോക്ടറിൽ നിന്നും മരുന്നിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയും ഖുർആനിലുണ്ട്. കുൽ ഹുവ ലില്ലദീന ആമനു ഹുദം വ ഷിഫാ. വിശുദ്ധ ഖുർആനിൽ ജീവിത വിജയത്തിൻ്റെ മാർഗമുണ്ട്, രോഗം പിടികൂടിയാൽ അത് ശിഫയാവാനുള്ള വഴിയുമുണ്ടെന്ന് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുൽ നബിയെ തങ്ങൾ അവരോട് പറയും. അപ്പോൾ പുതിയ ഡോക്ടേഴ്സ് പറയുന്നു ഈ രോഗം മാറില്ല, അത് മാറില്ല, തൽക്കാലം ഓപ്പറേഷൻ ചെയ്യാം, കുറേ കാലം റെസ്റ്റ് എടുക്കണം, പിന്നെയും മരുന്ന് കഴിക്കണം, മരിക്കണ വരെ മരുന്ന്. ഒരാൾ മരിച്ച അയാളുടെ റൂമിൽ 100 കണക്കിന് മരുന്നുകൾ, ചീട്ടുകൾ. ചില ആളുകൾ ഡോക്ടറെ കാണിക്കാൻ വരുന്നതിന് എത്രയോ കൊല്ലം മുമ്പുള്ള കുറേ പേപ്പേഴ്സുമായിട്ടാണ്, കുറേ പത്രങ്ങളുമായിട്ടാണ്, എത്ര വർഷം മുമ്പേ തന്നു. ചില ആളുകൾക്ക് രോഗം മാറാത്തന്നെ ഈ പേപ്പർ സൂക്ഷിക്കുന്നുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഇയാളുടെ മൈൻഡിൽ ഇയാളൊരു രോഗിയാണ്, എപ്പോഴും രോഗിയാണ്, അതൊരു ഇങ്ങനെ ഒരു അഴകായി കൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഷുഗറാണ്, ഞാൻ BP ആണ്, കൊളസ്ട്രോളാണ്, അതിങ്ങനെ ഒരു അഴകായി കൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. ചില മിടുക്കന്മാർ പറയും ഞാൻ വലിയ ഡോക്ടറേറ്റ് ഭയങ്കര ബന്ധമാണ്, ഞാൻ ഒന്ന് ഫോൺ വിളിച്ചാൽ തന്നെ എനിക്ക് ടോക്കൺ തരുന്നു. നിങ്ങളോടുള്ള വിരുഷം കൊണ്ടൊന്നുമല്ല, നിങ്ങൾ കീശയോടുള്ള വിരുഷം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുണ്ട്. ഈ മാസം കാണിക്കാൻ പോയി അടുത്ത മാസം പോയിട്ട് ഇങ്ങോട്ട് വിളിക്കുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട്. അത് നിങ്ങളോടുള്ള ഹുബാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മംഗലാപുരത്തൊക്കെ എനിക്ക് ഭയങ്കര ഹാൻഡാണ് ഡോക്ടറായിട്ട് ബന്ധം പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. തീരെ അടുപ്പിക്കാൻ പറ്റാത്ത ആളാണ് ആര് എന്ന് വെച്ചാൽ നിങ്ങൾ ആരോഗ്യവാന്മാരാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇമാമുന അലി റളിയല്ലാഹു തആല അൻഹുവിന് മദീനയിൽ ജോലി ഇല്ലാണ്ടായതുപോലെ ഡോക്ടേഴ്സിന് ജോലി ഇല്ലാണ്ടാവണം. ഇസ്ലാം അങ്ങനെയാണ് പറയുന്നത്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ലഈഫ്. ഇത് ബാബുൽ ഖദർ എന്ന അധ്യായത്തിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഹദീസാണ്. നിങ്ങളിലെ ആരോഗ്യവാന് ആരോഗ്യമില്ലാത്തവരേക്കാൾ അള്ളാഹുവിങ്കൽ ഹൈറായവനാണ്, അള്ളാഹുവിന് അവനോട് ഇഷ്ടവും കൂടുതലാണ്. അപ്പം പറഞ്ഞുകൊണ്ട് വിഷമിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വേഗം രോഗത്തിന് സലാമത്താവാനുള്ള ഇൻസ്പിറേഷനാണത്. മനസ്സിലായിട്ടില്ല? എന്താ പറഞ്ഞത്? നിങ്ങളിലെ ആരോടാണ് അള്ളാഹുവിന് കൂടുതൽ താല്പര്യം? ശക്തന്മാരോടാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു അൽ ഖവിയ്യു എന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക ഗുണത്തെ ശരീരത്തിൽ കൊണ്ട് നടക്കുന്നവൻ ഒരർത്ഥം. അൽ ഖവിയ്യു എന്ന അള്ളാഹുവിൻ്റെ ഗുണത്തെ ശരീരത്തിൽ കൊണ്ട് നടക്കണവൻ, ബുദ്ധിയിൽ, ഹൃദയത്തിൽ, ശരീരത്തിൽ, മസിലിൽ ഒക്കെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിലേക്ക് കിട്ടാൻ വേണ്ടി വരുന്നത് ഇസ്ലാമിലെ മെമ്പർഷിപ്പ് കൂടാനാണോ? ചെറുപ്പക്കാരാലോചിക്കേണ്ട കാര്യമാണ്. അപ്പം നിങ്ങളിലെ ഏറ്റവും ഹൈറായവൻ ആരാണ്? നല്ല ശക്തന്മാരാണ്. എന്തിനാ പറഞ്ഞത്? രോഗികളെ വിഷമിപ്പിക്കാൻ പറഞ്ഞാണോ? വേഗം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കോളിയും, അതാണ് അതിൻ്റെ അർത്ഥം. വഅഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനും ഈ ആരോഗ്യമുള്ളവനാണ്, നല്ല ശാരീരിക ക്ഷമത ഉള്ള ആളാണ്. മിനൽ മുഅ്മിനിൽ ലഈഫ്, രോഗം വന്ന് തളർന്നുകൊണ്ടിരിക്കുന്ന നരമ്പ്, മസിൽ, പേശികളൊക്കെ ഉള്ള മുഅ്മിനേക്കാൾ ഇപ്പറുള്ള ആളോടാണ്.
അപ്പം അങ്ങനെയല്ല, നമ്മളെ കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന കുട്ടിയോട് ഉപ്പാക്കും ഉമ്മാക്കും ഒരു ഇഷ്ടം കുറച്ച് കൂടുതലായിരിക്കൂലേ? ആണോ അല്ലേ? ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. വലിയ ഇടങ്ങാറൊന്നും ഉണ്ടാക്കാണ്ട് ശല്യപ്പെടുത്താണ്ട് പോകുന്ന കുട്ടി ഒന്ന് വീട്ടിലുണ്ടെങ്കിൽ ഓനോടൊരു ചെറിയ പിരിശം കൂടും. ഇതന്നെ ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരോഗ്യവാന്മാരായി ജീവിക്കുക എന്ന മോട്ടിവേഷനാണ്, താല്പര്യം ജനിപ്പിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു നമ്മളിൽ ഒരുമിച്ച് കൂടിയവരിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ ഈ ഹദീസ് നമ്മൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല വാക്കുകൾ പറയുന്നതും നല്ല വാക്കുകൾ കേൾക്കുന്നതും രോഗത്തിന് ശിഫ ഉണ്ടാക്കുന്നതാണ്. നല്ല വാക്കുകൾ പറയുന്നതും നല്ല വാക്കുകൾ കേൾക്കുന്നതും രോഗത്തിന് ശിഫ ഉണ്ടാക്കും. ഒരാളുടെ മസ്തിഷ്കത്തിൽ ഏറ്റവും ശക്തി കൂട്ടാനുള്ള നല്ല വഴി എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലോണം ചെല്ലുക എന്നുള്ളതാണ്. ഈ സുന്നികൾ ദിക്റും സ്വലാത്തും മറ്റൊക്കെ കൊണ്ടുനടക്കണം എന്തുകൊണ്ടാണ്? അതിനാണല്ലോ അവരുടെ പ്രത്യേകതയും. സുന്നികൾ ദിക്റ് സ്വലാത്ത് മജ്ലിസ് കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കും. ഇപ്പോൾ മജ്ലിസ് നൂർ എന്ന് പറഞ്ഞാൽ എന്താ? മജ്ലിസു ഷിഫയാണ്. മജ്ലിസു നൂർ, മജ്ലിസു ഷിഫ എന്ന് വെച്ചാൽ മുസ്തഷ്ഫ, രോഗം മാറുന്ന സ്ഥലം. രോഗം മാറുന്ന സ്ഥലം. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ അടുത്ത് കണ്ണ് രോഗത്തിനെ കുറിച്ച് ആവലാതി വന്ന് പറഞ്ഞ മനുഷ്യനോട് പറഞ്ഞു മജ്ലിസു നൂറിൽ ഇരിക്കുന്ന രോഗം മാറി. അപ്പോൾ മജ്ലിസു നൂർ, മജ്ലിസു ഷിഫ, രോഗം മാറുന്ന മജ്ലിസ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇവിടെ എല്ലാ അല്ലേ മൂന്നാമത്തെ ആഴ്ചയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? അള്ളാഹു ഇവിടെ എത്തിപ്പെടാനും ഈ സദസ്സിൽ വന്നിരിക്കാനും അങ്ങനെ ആ സ്വഹാബത്തിൻ്റെ സ്വഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബത്ത് പ്രകാശങ്ങളാണ്, നക്ഷത്രങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ അംശം കുറയുന്നതിനനുസരിച്ചാണ് അയാൾ ശാരീരികമായി തളരുന്നത്, രോഗിയാവുന്നത്. ഫോട്ടോബയോണിക് ഇഫക്റ്റ് എന്ന് പറയും. ഫോട്ടോബയോണിക് ഇഫക്റ്റ്. രാവിലെ എഴുന്നേക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ആരോഗ്യം പോക്ക് തന്നെയാണ്. പ്രവാസ ലോകത്തിൻ്റെ ആരോഗ്യം കൂടി ഇതിൽ ചേർക്കണമല്ലോ. അള്ളാഹു തൗഫീഖ്. പിന്നെ ചില ആളുകളുടെ ദുആവും എപ്പോഴും നിങ്ങൾക്ക് ദുആ കിട്ടുന്നതുകൊണ്ട് കുറേയൊക്കെ നിങ്ങൾ പിടിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. രാവിലെ എഴുന്നേൽക്കണം. ഞാനിപ്പോൾ ഇന്നലെ മസൈൽ സഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഇങ്ങനെ ദിക്ർ ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ അത് ഫജ്ർ സ്വാദിക്കിൻ്റെ സമയത്താണ് ആ ദിക്ർ ചൊല്ലാറുള്ളത്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ സമഈ നൂറ വഫീ ബസ്വരി നൂറ വഫീ ലിസാനി നൂറ വഫീ ജസദി നൂറ. എന്താ ഈ നൂറ്? എന്താണ് നൂറ്? വൈദ്യശാസ്ത്രത്തിന് പിടികിട്ടാത്തതും ഇസ്ലാമിക മെഡിക്കൽ സയൻസിൻ്റെ വിജയവും ഈ നൂറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഞാൻ പറയാം, സമയം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഏതായാലും ഇസ്ലാമിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്, ആരോഗ്യശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അങ്ങനെ വൈദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഖുർആനെ വൈദ്യം പറഞ്ഞിട്ടുള്ളൂ എന്നാണ് മറുപടി. ഖുർആൻ മാത്രമേ കൃത്യമായ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ, ശരീരശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ, ആരോഗ്യശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ, ഔഷധ നിർമ്മാണ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ എന്നാണ് മറുപടി. സ്പെയിനിൽ നിന്നും കട്ടെടുത്ത് കൊണ്ടുപോയ പുസ്തകങ്ങൾ കിട്ടിയിരുന്നില്ലെങ്കിൽ യൂറോപ്യൻ മെഡിസിൻ എന്നൊരു മെഡിക്കൽ സയൻസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് കഴിക്കുന്ന അലോപ്പതി മരുന്നുണ്ടാവില്ല. സ്പെയിൻ ദുരന്തം നടക്കുകയും ആ സ്പെയിനിൽ നിന്ന് കട്ടുകൊണ്ടുപോയ പുസ്തകങ്ങൾ 19 കൊല്ലത്തെ ട്രാൻസ്ലേഷൻ പീരീഡ് എന്ന് ഹിസ്റ്ററിയിൽ പറയും. ട്രാൻസ്ലേഷൻ പീരീഡ്, ഭാഷാന്തരം ചെയ്ത ഒരു കാലഘട്ടം. 50 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഭാഷാന്തരം ചെയ്യൽ കർമ്മം നടന്നിട്ടില്ലെങ്കിൽ യൂറോപ്യന്മാരുടെ കയ്യിൽ മെഡിക്കൽ സയൻസ് ഉണ്ടാവില്ല. 9 നൂറ്റാണ്ടുകാലം, 9 നൂറ്റാണ്ട് വെച്ചാൽ 900 വർഷക്കാലം ഇമാം ഇബ്നു സുന്നി റളിയല്ലാഹു തആല 2-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്ര വിശാരദൻ ഇമാം ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി തങ്ങൾ മുതൽ അൽ ഹാഫിദ് ഇമാം അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിം അൽ ജൗസി, ഇബ്നുൽ ഖയ്യിം പോലെയുള്ള മഹാപണ്ഡിതന്മാർ 9 നൂറ്റാണ്ട് കാലം ലോക ചരിത്രത്തിൽ മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വൈദ്യശാസ്ത്രമാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 400 കൊല്ലം, 450 കൊല്ലം, അതായത് 1576 ശേഷം, ഹിസ്റ്ററിയിൽ 1576 ശേഷം ഇസ്ലാമിക സമൂഹത്തിന് വൈദ്യത്തിൽ താല്പര്യം കുറഞ്ഞു, അല്ലെങ്കിൽ അവരെ കുറച്ചു. ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പിടിപാടുള്ളവർ നമ്മളായിരുന്നില്ലേ? കാട് പിടിച്ച മഹാഭാരതത്തെ ഇന്ത്യ എന്ന ഒരു മനോഹര ചിത്രമാക്കി തീർത്തത് ഇസ്ലാമിക സമൂഹമാണല്ലോ. ഇന്നിപ്പോൾ ഇസ്ലാമിക സമൂഹം ശ്വാസം കിട്ടാണ്ട് വെള്ളത്തിൽ മുങ്ങണമാതിരി ഇന്ത്യയിൽ ഇങ്ങനെ ചക്രശ്വാസം വലിക്കല്ലേ? ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരിയും ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ തങ്ങളും ബഖ്തിയാറുൽ ഖഅഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇങ്ങനെ മഹാന്മാരല്ലേ ഇന്ത്യയാക്കി തീർത്തത്? ഇസ്ലാമിക സമൂഹമാണ്. എന്നതുപോലെ ലോകത്തിന് വൈദ്യ സംസ്കാരം പഠിപ്പിച്ച ഇസ്ലാമിക സമൂഹമാണ്. ആ വൈദ്യത്തെ മനസ്സിലാക്കുക എന്നത് നമ്മുടെ ഇന്നത്തെ ഒരുമിച്ച് കൂടേണ്ട ഒരു പ്രധാന ഭാഗമാണ്. അതിനുശേഷം നമുക്കൊക്കെ വന്ന രോഗങ്ങൾക്ക് എങ്ങനെയൊക്കെ പരിഹാരം കിട്ടും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും നമ്മുടെ 2-ാം സെഷനാണ്. അപ്പം വിശുദ്ധ ഖുർആനിൽ വൈദ്യമുണ്ട്, അതായത് ശരീരശാസ്ത്രം, അതുപോലെ പ്രതിരോധ ശാസ്ത്രം, അതുപോലെ അങ്ങനെ ഒരു ആരോഗ്യ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതൊക്കെയും ഖുർആൻ ചർച്ച ചെയ്തിട്ടുണ്ട്. 9 നൂറ്റാണ്ട് കാലം ഈ ഒരു വൈദ്യ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ ഉണ്ടായത്, 100 പേർക്ക് അഡ്മിറ്റ് ചെയ്ത് കിടക്കാൻ പറ്റുന്ന ഹോസ്പിറ്റൽ നിർമ്മിച്ചത്, ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ ബഗ്ദാദിലാണ്. നൂരിയ ഹോസ്പിറ്റൽ എന്നാണ് അതിൻ്റെ പേര്.
ഒക്കെ മജ്ലിസിൻ നൂർ തന്നെ നമ്മൾ കേൾക്കുന്നത്, നൂരിയ ഹോസ്പിറ്റൽ. ഈ ചരിത്രം കേരളത്തിൽ പറഞ്ഞത് ഡോക്ടർ സി കെ രാമചന്ദ്രനാണ്. നൂരിയ ഹോസ്പിറ്റൽ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ഇത്രയും വലിയൊരു വൈദ്യ സംസ്കാരം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് ഇത് പറയാത്തത്? അപ്പോൾ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇസ്ലാമോഫോബിയ അല്ലേ, എന്ത് പറയുമ്പോഴും ടെററിസം, ഇസ്ലാമിക വൽക്കരണം എന്ന് പറയുന്നതിനിടയിൽ നമ്മൾ ഇതുകൂടി പറഞ്ഞാൽ സമൂഹത്തിൽ അങ്ങനെ ഒരു ചിത്രണം കൂടി ഉണ്ടാവില്ലേ, അവിടെ സൈലൻ്റായി കാര്യം അല്ല. അപ്പോൾ അദ്ദേഹം തിരുത്തി. സലാഹുദ്ദീൻ അയ്യൂബിയുടെ നാട്ടിൽ മുസ്ലിമിനെ തെരഞ്ഞുപിടിച്ച് തല മുണ്ടനം ചെയ്ത് ഉരുകിയ താറ് തലയിൽ ഒഴിച്ചതിന് ശേഷം പഴയകാലത്ത് മരം ഈരാൻ ഉപയോഗിക്കുന്ന ഈർച്ചവാൾ ഉപയോഗിച്ച് നെടുക പിളർന്നിട്ട് മുസ്ലിമീങ്ങൾ ഇല്ലാണ്ടാക്കുന്ന ഒരു ചരിത്രത്തിലൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ബഗ്ദാദിൽ നൂരിയ ഹോസ്പിറ്റൽ ഉണ്ട്. അന്ന് വൈജ്ഞാനിക വിപ്ലവം ഇസ്ലാമിക സമൂഹം ഖുർആനിൽ നിന്നും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് സി കെ രാമചന്ദ്രൻ തിരിച്ചിങ്ങോട്ട് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിൻ്റെ ചാരത്ത് ഹൈമത്തുൽ മരീൽ എന്ന് പറഞ്ഞിട്ട് ചെറിയ എന്താ പറയുക തമ്പുകൾ, ഹൈമകൾ ഉണ്ടായിരുന്നു. രോഗികളായ ആളുകളെ താമസിപ്പിക്കുന്ന ഹൈമ. പിന്നീട് അതിൻ്റെ ആവശ്യമില്ലാണ്ട് എല്ലാവർക്കും ആരോഗ്യമായി. വല്ല യുദ്ധങ്ങളിലോ മറ്റോ സംഭവിച്ച ആളുകൾക്ക് പരിചരണം കൊടുക്കാൻ മാത്രമായിട്ട് അത് മാറി. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമല്ല, പിന്നൊരു ചരിത്രം പറയുന്നത് പഴയകാലത്ത് അറബികളുടെ ഒരു സമൂഹം, അറബി സമൂഹത്തിലൊരു വലിയ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ചില സമൂഹത്തിന്, മക്കത്തടക്കം, രോഗങ്ങൾ വന്ന് ചികിത്സിച്ച് ഭേദമായിട്ടില്ലെങ്കിൽ അവർ പറയും ഈ രോഗം ഭേദമാവില്ല. നമ്മൾ പറയണ മാതിരി, നമ്മളൊക്കെ പറയണ മാതിരിയാണ് ഈ രോഗം ഭേദമാവില്ല. പക്ഷെ അവർ വേറൊരു വാക്കതിൻ്റെ കൂടെ കൂട്ടി പറയും. എന്താ പറയണത്? ഇത് നമ്മുടെ തറവാട്ട് ദൈവത്തിൻ്റെ, നമ്മുടെ നാട്ടിലൊക്കെ പറയണ മാതിരി, നാട്ടിലങ്ങനെ ഉണ്ടല്ലോ ചില തറവാട്ടുകാർക്ക് പ്രത്യേക ദൈവം, നമ്മുടെ തറവാട്ട് ദൈവത്തിൻ്റെ ലാത്തയുടെയോ മനാത്തയുടെയോ ഉസ്സയുടെയൊക്കെ ഏതോ ഒരാളുടെ കോപം കൊണ്ടാണ് ഇയാൾക്ക് രോഗം വന്നത്. ഇനിയിപ്പോൾ ഇയാളെ വീട്ടിൽ നിർത്തിയാൽ പറ്റൂല. ഇപ്പം ഖൈമ എഴുതിയ ചരിത്രമാണിത്. ഇതിന് ഇയാളെ ഈ വീട്ടിൽ നിർത്തിയാൽ പറ്റൂല, അതുകൊണ്ട് വീട്ടിന് വെളിയിൽ എവിടെയെങ്കിലും കളയണം. അങ്ങനെ നാട്ടുസഭ കൂടി യോഗ തീരുമാനം പാസ്സാക്കും, ഗോത്രതലവൻ തീരുമാനം പാസ്സാക്കും, ഇയാളെ വളരെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അൻസലല്ലാഹു ദാൻ, അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല, ഇല്ല അൻസല ലഹു ദവാ, മരുന്നിറക്കാതെ ഒരു രോഗത്തെയും അള്ളാഹു ഇറക്കിയിട്ടില്ല. ഇതാദ്യത്തെ പ്രഖ്യാപനമാണ്. മരുന്നിറക്കിയിട്ടല്ലാത്ത ഒരു രോഗത്തെയും അള്ളാഹു മനുഷ്യനിലേക്ക് ഇറക്കിയിട്ടില്ല. ഇപ്പോഴും സയൻസിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ പല രോഗത്തിനും മരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും പല രോഗത്തിനും മരുന്നില്ല എന്നുള്ളതാണ് സയൻസിൻ്റെ മുമ്പിലുള്ള പ്രശ്നം. ഇപ്പോൾ മുട്ടിന് തേയ്മാനം വന്ന് മുട്ട മടക്കാൻ പറ്റണ്ട, എന്ത് മരുന്നാണ് തരിക? നിങ്ങൾ പറയും, നിങ്ങളിൽ ചില ആൾക്കെങ്കിലും ആ പ്രശ്നം ഉണ്ടാവുമല്ലോ, നിങ്ങൾ പറയും എന്താ തരിക മരുന്ന്? പെയിൻ കില്ലർ തരും, വേദനാ സംഹാരി തരും, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ട് മടക്കാനുള്ള ചാൻസ് ഇല്ലാണ്ടാക്കി തരും, വേറെ തരും. ഇപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും മുട്ടിന് തേയ്മാനം വന്ന് ഓപ്പറേഷൻ ചെയ്ത് മുട്ട് മടക്കിയ ആളുണ്ടോ? എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ട് പറയണേ, പിന്നെ ഇതെനിക്ക് പ്രസംഗിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ അറിവിൽ ആരെങ്കിലും മുട്ടിന് തേയ്മാനം വന്ന് മടക്കൂല, ഇപ്പോൾ സുജൂദൊന്നും ചെയ്യാണ്ട് നിൽക്കിയിരിക്കുന്ന ആളാണ്, പിന്നീട് ഓപ്പറേഷനൊക്കെ ചെയ്തപ്പോൾ പിന്നെ മുട്ടൊക്കെ മടക്കി ലെവലായി, അങ്ങനെ ഉണ്ടോ? അറിവിൽ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണത്. ഓപ്പറേഷനും വേണ്ട, ലക്ഷങ്ങൾ ചിലവാക്കിയും വേണ്ട, 40 ദിവസം കൊണ്ട് മുട്ട് മടക്കിയ ആൾ ഇത്ര ഇപ്പോൾ കണ്ണൂരുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അത്തിബുൽ മഫാസിൽ, കണിപ്പുകളിൽ സന്തുക്കളിൽ വരുന്ന രോഗങ്ങളെ കുറിഞ്ഞ് വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ വൈദ്യശാസ്ത്രം പറഞ്ഞ ആരുണ്ടായ ചരിത്രത്തിൽ? ചരകൻ കള്ളുണ്ടാക്കാനാണ് പറഞ്ഞത്, ആയുർവേദത്തിൻ്റെ ആചാര്യൻ. ചരകനെ കേട്ടിട്ടുണ്ടോ? ആയുർവേദത്തിൻ്റെ ആചാര്യൻ ചരകൻ കള്ളുണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നല്ല കള്ളുണ്ടാക്കാൻ ഏറ്റവും വലിയ ഡോക്ടർ എന്നാണ് മൂപ്പർ എഴുതിയിരിക്കുന്നത്. ഏറ്റവും നല്ല കള്ള, ഏറ്റവും നല്ല മരുന്ന്. വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് വേദന കൊണ്ട് വിഷമിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചരിക്കുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോടും ജാഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹുവിനോടും വൈദ്യശാസ്ത്രം പറഞ്ഞു മുഹമ്മദ് റസൂൽ. ഇതാണ് തിബ്ബുൻ നബവി. അപ്പോൾ പിന്നെ അന്ധവിശ്വാസമാണ്, രോഗം മാറില്ല, മരുന്നില്ലാത്തതുകൊണ്ട് ഇയാളെ വീട്ടിൽ നിർത്താൻ പറ്റില്ല, കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും ഇതിൻ്റെ പ്രയാസം വരുമെന്ന് പറഞ്ഞ് വളരെ ദൂരെ കളയുന്ന ഒരു സമൂഹത്തോട് പറഞ്ഞു, അള്ളാഹു ഒരു രോഗത്തെയും മനുഷ്യന് മേൽ ഇറക്കിയിട്ടില്ല, ഇല്ല അൻസല ലഹു ദവാ. അതിന് ദവ എന്ന് പറഞ്ഞാൽ മരുന്ന് നേരത്തുള്ളൂ, ഷിഫ നടത്തില്ല. പിന്നീട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രഖ്യാപനം നടത്തി. തദാവൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം. ഒരാൾ വന്ന് ചോദിച്ചാണ്, രോഗം വന്നാൽ ചികിത്സിക്കാൻ പാടുണ്ടോ റസൂലേ? അപ്പോൾ പറഞ്ഞു, തദാവൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യളഉ ദാഅൻ ഇല്ലാ വളഅ ലഹു ഷിഫാ എന്നതാണ് പ്രധാനം. ഷിഫാ രോഗം പൂർണ്ണമായി ഭേദമാവാനുള്ള സംവിധാനത്തെ ഇറക്കിയിട്ടാണ് അള്ളാഹു രോഗത്തെ ഇറക്കിയെന്ന്. രോഗം വരണതിന് മുമ്പ് ഷിഫ വന്നിട്ടുണ്ട്.
ഇതിനേക്കാൾ വലിയ സന്തോഷകരമായ വാർത്ത എന്തപ്പോൾ കേൾക്കാൻ? നമ്മളൊക്കെ പ്രയാസ രോഗം മാറൂല എന്നുള്ള മാറാപ്പം കൊണ്ടാ മനസ്സ് ഇല്ലേ? എൻ്റെ രോഗം മാറാനെന്നുള്ളതല്ല. കേരളത്തിൽ നടന്നൊരു പ്രമേഹ ക്യാമ്പിൽ ഒരു മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം ഉദ്ഘാടനമൊക്കെ ചെയ്തതിനു ശേഷം വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ പറഞ്ഞത്, എന്തൊക്കെ തന്നെയാണെങ്കിൽ ഈ രോഗം നിങ്ങളെയും കൊണ്ടേ പോകുന്ന. മഹാനായ സുൽത്താൻ ഔറംഗസീബിൻ്റെ ചരിത്രത്തിൽ പ്രമേഹ രോഗം പൂർണ്ണമായി ഭേദമായത് തിബ്ബുൻ നബവിയിലെ ചികിത്സ കൊടുത്തിട്ടാണെന്ന് മഅ്ദനി ഷിഫ എന്ന കിതാബിൽ രേഖയാണ്. മഅ്ദനി ഷിഫ ഇന്ത്യയിൽ രചിക്കപ്പെട്ട കിതാബാണ്. ഖുർആനികമായ അധ്യാപനത്തിലൂടെ, കൗൺസിലിങ്ങിലൂടെ, ഔഷധത്തിലൂടെ സുൽത്താൻ ഔറംഗസീബ് സൂഫി ജീവിതത്തിലേക്ക് വരാൻ കാരണം പ്രമേഹ രോഗമാണെന്ന ഹിസ്റ്ററി. എങ്ങനെ മനസ്സിലായ വിഷയം മനസ്സിലാകുന്നുണ്ടോ? പ്രമേഹ രോഗം പിടികൂടിയിട്ട് അതിന് ചികിത്സ കൊടുത്ത സൂഫി വര്യനായ ഒരു തൊബീബിൻ്റെ പരിചരണത്തിലൂടെയാണ് മുഗൾ ചക്രവർത്തിമാരിൽ അത്യാവശ്യം സൂക്ഷ്മതയോടെ സൂഫി ജീവിതം നയിച്ച മഹാനായ ഔറംഗസീബ് ചക്രവർത്തി തസവുഫുള്ള ജീവിതത്തിലേക്ക് വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രമേഹ രോഗം പ്രവാചക വൈദ്യത്തിലൂടെ ശിഫയായത് കാരണമാണെന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. മഅ്ദനി ഷിഫ എന്ന് പറയുന്ന ഒരു കിതാബിൻ്റെ പേരാണ്. ഇന്ത്യയിൽ പ്രമേഹ രോഗ സംബന്ധമായി തിബ്ബുൻ നബവിയിലൂടെ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണിത്. അപ്പം ഷിഫായിനെ, സർവ്വരോഗത്തിനും ഷിഫ ആണ് ആദ്യം ഉണ്ടായത്, പിന്നെയാണ് രോഗമുണ്ടായത്. ഒരു രോഗത്തെയും അള്ളാഹു ഇറക്കിയിട്ടില്ല. ഇത് എത്ര ആശ്വാസം തരുന്ന വാക്കാണ്. രോഗികൾ നിരന്തരം അള്ളാഹുവിനോട് പറയേണ്ടതാണ്, അള്ളാഹുവെ നിന്റെ ദൂതർ പറഞ്ഞു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല, അതിന് ഷിഫായിനെ ഇറക്കിയിട്ടല്ലാതെ. ആ ഷിഫായിലേക്കുള്ള വഴി നീ എനിക്ക് എളുപ്പാക്കി തരണം. ആ രോഗികൾ ദുആ ചെയ്യേണ്ടത്. ആരെ മുൻനിർത്തുന്നു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തെ മുൻനിർത്തുന്നു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. തോന്നിയതുപോലെ ഒന്നും സംസാരിച്ചിട്ടില്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒക്കെ വഹീ പ്രകാരമാണ്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീ പ്രകാരമല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹി